സ്ഥാനത്തെത്താൻ കഴിയുന്നു എന്നുള്ളത്. സുരേഷ് ഏട്ടനെ എനിക്ക് ഏകദേശം 90 മുതൽ പരിചയമുള്ളതാണ്. ഇങ്ങനെ തൊട്ടടുത്ത് ഈ പൈപ്പുകൂട് താമസിക്കുന്ന കാലം മുതൽ ഒരുമിച്ച് സിനിമ വർക്ക് ചെയ്യാനാണ്. അതിൻ്റെ ആദ്യത്തെ സിനിമ കാശ്മീരിൽ നിന്ന് സുരേഷ് അതൊരു വലിയ ഒരുപാട് ആലോചിക്കുമ്പോൾ അത്ര ഒരുപാട് നന്മയുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സുരേഷ് ഗോപി എന്ന വ്യക്തി ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ സുരേഷിൻ്റെ കാലിനോട് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം, മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരാൾ സകല സമയവും തൻ്റെ സ്വത്തുമടക്കം ചെലവഴിക്കാൻ ധൈര്യമുള്ള അത് ആ രീതിയിൽ കരുതുന്ന ഒരു വ്യക്തി പൊതുവേ നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഒരു നന്മയുടെ മനസ്സുണ്ട് എന്നുള്ളതാണ് സത്യം. MP ആയിരുന്ന കാലത്തും അതിലൊക്കെ മുമ്പ് കോടീശ്വരം ചെയ്തിരുന്ന കാലത്ത് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന പോകും. പലപ്പോഴും നമ്മൾ തന്നെ പോയിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാട്ടോ, ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നീ അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയുന്ന ഒരുപാട് പേരെ അത്തരം രീതിയിൽ സഹായിക്കുകയും ആ രീതിയിൽ തൻ്റെ കഴിവുകളും മനസ്സുമെല്ലാം നന്മയുടെ ഭാഗത്തേക്ക് നൽകുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ നേട്ടമായിട്ട് കൊണ്ടുപോകാൻ ഈ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം, ഈ മന്ത്രി എന്നുള്ള സ്ഥാനത്തിന് കഴിയുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. നേരത്തെ സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ഇതിന് കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു സന്മനസ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് NFDCയുടെ ചെയർമാൻ ആകുമെന്ന് പറഞ്ഞ് നിന്നിരുന്ന ആ കാലം മുതൽ അത്തരം രീതിയിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മനസ്സ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. സുരേഷ് ഏട്ടൻ്റെ വീട് പണിയുടെ കാലത്തുമൊക്കെ കാശ്മീർ നൃത്തത്തിൻ്റെ കഥ പറയുമ്പോഴും ഒക്കെ കൂടെ ഇരുന്ന് ഒരു വലിയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടെന്നാണ്. അതെല്ലാം ഒരാളെ സഹായിക്കണം, ഒരാൾക്ക് വേണ്ടി നിലനിൽക്കണം, ഒരു രീതിയിൽ അല്ല. ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഒരാളാണെന്നുള്ളൊരു ബോധത്തോടു കൂടി സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനസ്സ് തീർച്ചയായും കേരളത്തിലെ, ഇന്ത്യയിലെ, ഭാരതത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും ഗുണകരമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യവും നേടണമെന്നും വീണ്ടും സിനിമയിൽ അദ്ദേഹം അഭിനയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം സിനിമയിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, തീർച്ചയായിട്ടും ആ എനർജിയാണ് ഇപ്പോഴും അദ്ദേഹത്തെയും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നത്. അത് ഉണ്ടാവുമ്പോൾ ആ സിനിമകളെല്ലാം വൻ വിജയമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയുമുണ്ട്. സുരേഷ് ഏട്ടന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.